ഒരുപാട് വട്ടം ഒരേ കഥകളും കോമിക് ബുക്കുകളും ആവർത്തിച്ച് വായിക്കുന്ന കുട്ടിയാണ് എയ്ഡൻ. കൂടെയുള്ളത് അവൻ്റെ അനിയത്തിയാണ് നതാഷ. ഇതിൻ്റെ കാരണം ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ഓട്ടിസ്റ്റിക് ട്രെയ്റ്റാണ്. ഇത് ഒരു റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ബ്രെയിൻ കണ്ടുപിടിക്കുന്ന ഒരു വഴിയാണ്. എയ്ഡൻ ക്ലിനിക്കലി തന്നെ ഫങ്ഷണൽ ഓട്ടിസം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന കുട്ടിയാണ്. അവിടെ ഈ പറയുന്നത് പോലെ ബ്രില്യൻസും ചലഞ്ചിങ് ആയിട്ടുമുള്ള രണ്ട് കാര്യങ്ങൾ ഒരുപോലെ തന്നെ ഇവിടെയുണ്ട്. കാരണം അക്കാഡമിക് ആയിട്ടുള്ള രീതിയിൽ ഹൈ സ്കിൽഡ് ആയിട്ടുള്ളപ്പോൾ തന്നെ പല കാര്യങ്ങളിലും റെഗുലേഷൻ, പ്രത്യേകിച്ചും ഗ്രൂപ്പ്, അതുപോലെ ഇമോഷൻസ്, അങ്ങനെയുള്ള റെഗുലേഷൻ സ്കില്ലുകൾ നല്ല വ്യത്യാസത്തിലാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇവിടെ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പല ബുക്കുകളും അത് എൻ്റെ ആവുന്നതിന് മുന്നേ തന്നെ വീണ്ടും വായിക്കുന്നു, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഓട്ടിസ്റ്റിക്കിൻ്റെ. അങ്ങനെ ഒരെണ്ണം എന്ന് പറയുന്നത് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഒരു അൺസർട്ടനിറ്റി ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യത്തിനെ അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ അതിനെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് എൻഡ് ചെയ്യുന്നതിന് മുൻപേ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതിനൊരു കൺട്രോൾ കിട്ടുന്നു. അപ്പോൾ ഇവിടെ അവർക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്ന ഇമോഷണൽ ആസ്പെക്റ്റ് ആയിട്ടുള്ള ബ്രെയിനിനും കോഗ്നിറ്റീവ് ആസ്പെക്റ്റ് ആയിട്ടുള്ള ബ്രെയിനിനും തമ്മിലുള്ള അതിനെ കൂടുതലായി റെഗുലേറ്റ് ചെയ്യാൻ അവരുടെ ബോഡി അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതുമാണ്. അതുകൊണ്ട് ഞാൻ സാധാരണയായി ഇങ്ങനെയുള്ള അവസരങ്ങളിൽ, അത് ലേറ്റ് നൈറ്റ് ആവട്ടെ, അതുപോലെ എന്തെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്താകട്ടെ, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ കഴിയുന്നതും റഷിങ് എന്ന് പറയുന്നത് പ്രഷർ കൊടുക്കാതെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പ്രഷർ കൊടുക്കും തോറും അവർ കൂടുതൽ ഹാർഡറായി അല്ലെങ്കിൽ അത് ടെൻസ്ഡായി വരികയും അങ്ങനെ ഒരു മാറ്റം വരുത്തണം എന്ന് ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവിടെ ഈ പറയുന്നത് പോലെ തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. കാരണം പെട്ടെന്ന് സഡനായി ഒരു സസ്പെൻസ് ഒരിക്കലും ഇവരിൽ കൊടുക്കാൻ ഉദ്ദേശിക്കരുത്. കാരണം അത് കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാക്കുകയും പലതരം അതിൻ്റെ ഈ പറയുന്ന ബിഹേവിയറിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ചോയ്സ് കൊടുക്കുന്നത് വേറൊരു ഓപ്ഷനാണ്. യെസ് ഓർ നോ, നിനക്കിത് മുന്നോട്ട് പോകണോ അതല്ലെങ്കിൽ നോ പറയണോ എന്ന് പറയും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മാത്രമായി കൊടുക്കുന്നത് ഒരു കാര്യം ഭംഗിയായി എൻഡ് ചെയ്യാൻ, നമുക്കിതിപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്ന് യെസ് ഓർ നോ എയ്ഡൻ എന്ന് ചോദിച്ചാൽ അവൻ കൃത്യമായി ആൻസർ പറയും, യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമുക്കതിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഓട്ടിസത്തിൻ്റെ ഹൗ ടു ഹാൻഡിൽ ദ ഫങ്ഷണൽ ഓട്ടിസം എന്ന ഗൈഡ് ലൈനാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. ഞാൻ ഡോക്ടർ ജയലക്ഷ്മി, എയ്ഡൻ്റെ അമ്മയാണ്. MD ആയുർവേദ, സർട്ടിഫൈഡ് സ്പെഷ്യലിസ്റ്റ്, ഓട്ടിസം മാനേജ്മെൻറ്റ്, ലേണിംഗ് ഡിസബിലിറ്റി, CBT ചിൽഡ്രനും സ്കൂൾ കൗൺസിലിങ്ങും, CEO ആൻഡ് ഫൗണ്ടർ, ആശ ആയുർവേദിക്സ്. ഇത് കൃത്യമായ വീഡിയോസായിട്ട് അടുത്ത പാർട്ടിൽ കാണാം.